നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സമയം കളയാതെ കുഞ്ഞിനെ കൊണ്ട് പോകാൻ നോക്ക്. എടുത്തി പോവാം. ചേച്ചി നിങ്ങളെന്തായാലും ഇത്ര താമസിച്ചേ? സത്യന്റെ വണ്ടി കംപ്ലൈന്റ് ആയി ചേച്ചി. നമ്മുടെ സ്ഥലത്ത് വെച്ചായത് ഭാഗ്യം. തോമസ് അച്ചായന്റെ വർക്ക്ഷോപ്പിൽ ആളുണ്ടായിരുന്നു. എന്നിട്ടും വണ്ടി റെഡിയായി കിട്ടിയില്ല അല്ലേ? ആ അതെ, അതിന് നാളെ സ്പെയർ പാർട്സ് ഷോപ്പ് തുറന്നാലേ റെഡിയായി കിട്ടും. കഷ്ടകാലം നല്ലാതെ എന്ത് പറയാനാ. നിങ്ങൾ വാ, നല്ല ക്ഷീണം കാണും. രാവിലെ മുതൽ നല്ല ഓട്ടത്തിലായിരുന്നില്ലേ? ഞാൻ മാഷിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങും. വണ്ടി നാളെ വന്ന് എടുത്തോളാം. ഈ രാത്രി നീ എവിടെ പോകും സത്യ? ഇവിടുന്ന് വിചാരിച്ച പോലെ വണ്ടിയൊന്നും കിട്ടത്തില്ല. എന്തായാലും ഞാൻ മാഷിനെ ഒന്ന് കാണട്ടെ. സത്യ, നിങ്ങൾ എത്തിയോ? ഈ റോഡ് പണിയൊക്കെ നടക്കുന്നോണ്ട് വഴിയൊക്കെ മോശമായിരുന്നു. അതാ ഒരു ടെൻഷൻ. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. മാഷിന്റെ ഉറക്കം പോയി അല്ലേ? അതൊന്നും സാരമില്ല. കുറെ കാലമായിട്ട് ഉറങ്ങുമ്പോഴാ ഭയം കൂടുതൽ. ഓരോ ദിവസം ഓരോരോ സംഭവങ്ങളല്ലേ നടക്കുന്നത്. ഉറക്കത്തിൽ അതൊക്കെ കൂടുതൽ കൂടുതൽ ഭീകരതയോടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. ഉണർന്നിരിക്കുമ്പോ ഒപ്പമുള്ളവരൊന്നും ഉറക്കത്തിലുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒരു തുരുത്തിൽ പെട്ടുപോയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ വിളിച്ചോണ്ട് ഓടും. കൈയും കാലും തളർന്ന് തൊണ്ട പറ്റി ഒടുവിൽ വീഴുമ്പോഴായിരിക്കും ഉറക്കം പോയി ഞെട്ടുക. അതൊക്കെ പോട്ടെ. ഇത്രയും റിസ്ക് എടുത്ത് അനുവിനെയും വിച്ചുമോനെയും ഇവിടെ വരെ എത്തിച്ചതിന് നന്ദിയുണ്ട് സത്യം. അയ്യോ, മാഷ് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെന്റെ കടമയല്ലേ മാഷ്. എന്റെ ഏട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ മാഷിനോട് ക്ഷമ ചോദിക്കുക. ഏട്ടത്തിക്കും ഈ കുടുംബത്തിനും സഹിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമ ചോദിക്കാൻ എനിക്ക് പറ്റും മാഷെ. നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? നിന്റെ ഇന്ദ്രേട്ടന് എന്നെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവായിരിക്കും. സത്യനിരിക്കെ ഒരുപാട് ഓടി വന്നതല്ലേ? ഇരിക്കുന്നില്ല മാഷെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിയാലൊന്ന് വിചാരിക്കുക. ഏതെങ്കിലും വണ്ടി കിട്ടും. ഇന്ന് തന്നെ വീട്ടിലെത്താമല്ലോ. അതെങ്ങനെ ഇന്ന് വീട്ടിലെത്തും? ഇപ്പൊ തന്നെ സമയം 11 കൃത്യമായ വാഹനം കിട്ടിയാൽ തന്നെ 1 മണിയെങ്കിലും കഴിയില്ലേ സത്യം വീട്ടിലെത്താനായിട്ട്? ഇപ്പൊ പോയിട്ട് നാളെ വീണ്ടും ബൈക്ക് എടുക്കാനോട്ട് വരണ്ടേ സത്യ? ഇന്നിവിടെ തങ്ങിയിട്ട് രാവിലെ വണ്ടി എടുത്ത് പോവാം. അതാ സത്യം നല്ലത്. ഇന്ന് എന്തായാലും സത്യനെ ഞാൻ ഇവിടുന്ന് വിടില്ല. അത് റിസ്കാ. ഇന്ന് വരില്ല എന്ന് നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് സത്യ. അതുകൊണ്ട് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. പക്ഷെ മാഷെ, അത് മതി. വേറെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അമ്പിളി, സത്യൻ രഘുവിന്റെ മുറിയിൽ നിന്ന് കിടന്നോട്ടെ. ശരി അച്ഛാ, ഞാനവിടെ വിരിച്ചു വെക്കാം. രഘുവേട്ടന്റെ കൈലീൻ ടീഷർട്ടൊക്കെ അവിടെ കാണും. ഈ ഡ്രസ്സിങ് തന്നാലേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് അലക്കിയിടാം. രാവിലെ ഫ്രഷ് ആയിട്ട് പോവാ. അയ്യോ, അതൊന്നും വേണ്ട എടുത്തി. രാത്രിയിൽ ഏതായാലും ഡ്രസ്സ് മാറണ്ടേ സത്യ? ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ? ഒന്ന് കുളിച്ചിട്ട് കിടന്നാ മതി. അപ്പോഴേക്ക് നീ കഴിക്കാനുള്ള എടുത്തു വെക്ക് ചേരൂ. ശരി ചേച്ചി. ഇതാ ഇവിടുത്തെ ഒരു രീതി. സത്യനെ അതുപോലെ അങ്ങ് ചെയ്താ മതി. ഞാൻ പോയി കിടക്കട്ടെ മോനെ. ശരി മാഷെ. ഞാൻ എന്നാ കഴിക്കാനുണ്ടാക്കാം ചേച്ചി. ശരി, വാ സത്യ, വാ. ബാക്കി എല്ലാവരും ഇവിടെ?
അച്ഛനും അമ്പിളി ചേച്ചിയും കിടന്നു. അവരിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. ആ കുറച്ച് മതി മതി. അനുചേച്ചി മോനും കുളി കഴിഞ്ഞ് വന്നില്ല. സത്യട്ടം കഴിക്കും. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ചീരു ഇപ്പോ പക്വതയുള്ള വലിയൊരു സ്ത്രീയെ പോലെയായി. രണ്ടു മക്കളുടെ അമ്മയല്ലേ സത്യേട്ടാ, അതിന്റെ പക്വത വേണ്ടേ? ആ ചേച്ചി വാ, വായിരിക്കും വാ. വിച്ചുമോൻ അമ്പിളി ചേച്ചിയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കാണോ അല്ലേ? ആ അതെ, മോന് നല്ല ക്ഷീണമുണ്ട്. വല്ലാതെ പേടിക്കുകയും ചെയ്തതല്ലേ. ഉറക്കത്തിൽ ചിലപ്പോ ഞെട്ടി ഉണരാൻ ഇടയുണ്ട്. പനിക്കാതിരുന്നാ മതിയായിരുന്നു. അതൊന്നും ഉണ്ടാവില്ല. എടുത്ത് ടെൻഷൻ ആവാതെ കഞ്ഞി കുടിക്കുക. ചീരു, നീ കഴിച്ചല്ലോ? ഞങ്ങൾ നേരത്തെ കഴിച്ചു ചേച്ചി. ചീരു, ഞാൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോ രണ്ടുപേരും ഇവിടേക്ക് വന്നില്ലേ? അവര് പിന്നീട് നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല, എന്തുപറ്റി? ഏയ് ഒന്നുമില്ല, ചോദിച്ചതാ. നിങ്ങൾ രണ്ടുപേരും ആരെക്കുറിച്ചാ പറയുന്നത്? അത് ഏടത്തേക്ക് പൈസ തരാൻ ഞാനിവിടെ വന്നു എന്ന് ഏടത്തിയോട് പറഞ്ഞില്ലേ? അത് പറഞ്ഞു. ഇവിടെ വേറെ ആരാ വന്നേന്നാ ഞാൻ ചോദിച്ചേ. അത് ഓഫീസിലെ പ്രതാപൻ സാറും ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളുവോ ചേച്ചി. അവര് നീ വാങ്ങിച്ച കാശ് വെച്ച് വന്നാണോ? അതെ, ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല വരുന്നതെന്ന് പറഞ്ഞു. വിഷമിക്കണ്ട ഏടത്തി, അവരിനി പണം ചോദിച്ച് ഇവിടേക്ക് വരില്ല. അതെന്താ? സത്യേട്ടൻ വീണ്ടും അവരെ കണ്ടോ? കണ്ടു. എന്തായാലും സാറിന്റെ കാശ് തിലങ്ക തിരിച്ചു തരും. ആ കുടുംബം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ടാ. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ഒരാഴ്ചത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇതാ ക്യാഷ് ചെക്കാ. ഇപ്പൊ തന്നെ ഇവർക്ക് ബാങ്കിൽ പോയിട്ട് മാറാം. താങ്ക് യു അങ്കിൾ. ഇതാ സർ, ഇത് ചീര് നിങ്ങൾക്ക് തരാനുള്ള പണമാ. ഇനി ഇതിനു വേണ്ടി നിങ്ങൾ ആ വീട്ടിൽ അവളെ അന്വേഷിച്ച് പോകരുത്. അവരെ ഇവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് അപകടം മനസ്സിലായി. അതുകൊണ്ട് വഴിയിൽ കാത്തുനിന്ന് കാര്യം അന്വേഷിക്കുകയായിരുന്നു. എന്നാലും സത്യേട്ടൻ അവരുടെ പണം കൊടുക്കണ്ടായിരുന്നു. വിനയേട്ടൻ എങ്ങാനും ഇതറിഞ്ഞ? ഇല്ല ചീരു, ആരും അറിയരുതെന്ന് ഞാൻ പ്രതാപ് സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിനയൻ എന്തായാലും കാശ് കിട്ടിയോന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് പോവില്ലല്ലോ. മാഷിന്റെ കയ്യിൽ കാശ് വരുമ്പോ 3 ലക്ഷം രൂപ നമുക്ക് മനീഷയുടെ അച്ഛന് തിരിച്ചു കൊടുത്താൽ മതി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഷീരുവിനെ സഹായിക്കാൻ വേണ്ടി നീ മനീഷയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്നറിഞ്ഞ അച്ഛൻ പോലും ചിലപ്പോ വിഷമിക്കും. തൽക്കാലം ഇത് വേറെ ആരോടും പറയേണ്ട അടുത്തി. സത്യം പറഞ്ഞ ഞാൻ ചീരുവിനെ അല്ല സഹായിച്ചത്. ആ പണം ഉണ്ടാക്കാൻ മാഷ് ഒരിക്കലും നെട്ടോട്ടോടാൻ ഇടവരരുത്. അത് ഓർത്തിട്ടാ.